ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ഉടനെ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രതിവർഷം 3 ലക്ഷത്തോളം വിദേശികൾ US-ൽ നിന്നും പുറത്താക്കപ്പെടും. അനധികൃതമായി കുടിയേറിയവരെയല്ലേ നാടുകടത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. പ്രത്യക്ഷത്തിൽ ഈ നടപടിയിൽ തെറ്റൊന്നും കാണാൻ സാധിക്കുകയുമില്ല. എന്നാൽ ഈ നടപടി US സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തിക രംഗത്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയാൻ കാരണം US തൊഴിൽ ശക്തിയുടെ 5% നിയമാനുസൃത രേഖകളില്ലാത്ത കുടിയേറ്റ തൊഴിലാളികളാണെന്ന വസ്തുതയാണ്. കാർഷിക അവിദഗ്ധ തൊഴിൽ മേഖലകളിലാണ് ഇത്തരം തൊഴിലാളികൾ കൂടുതലായി സഹകരിക്കുന്നത്. അമേരിക്കയിലെ ഫാം ഹൗസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളിൽ പകുതിയോളം ഇത്തരം രേഖകളില്ലാത്ത തൊഴിലാളികളാണെന്നാണ് US കാർഷിക വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. ട്രാക്ടർ പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക, ചുമടെടുക്കുക, നിലമൊരുക്കുക, കീടനാശിനികളുടെ ഉപയോഗം, ജലസേചനം തുടങ്ങിയ ജോലികളാണ് കുടിയേറ്റക്കാർ ചെയ്യുന്നത്. ട്രംപിന്റെ നയം തൊഴിലാളികളെ വ്യാപകമായി പുറന്തള്ളുന്ന അവസ്ഥയുണ്ടാക്കിയാൽ കാർഷിക മേഖലയുൾപ്പെടെ പ്രതിസന്ധി നേരിട്ടേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. US-ലെ പ്രധാന കാർഷിക വിളകളിൽ ഒന്ന് മുന്തിരി കൃഷിയാണ്. 7,50,000 ടണ്ണിലധികം മുന്തിരിയാണ് പ്രതിവർഷം US-ൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനോട് ചേർന്ന് വൈൻ വ്യവസായവും നിലനിൽക്കുന്നു. ലോകത്തെ വൈൻ ഉൽപ്പാദനത്തിന്റെ 12% US-ലാണ്. ഈ മേഖലയിൽ തൊഴിലാളിക്ഷാമം ഉണ്ടായാൽ വലിയ തിരിച്ചടിയാകും രാജ്യം നേരിടുന്നത്. തൊഴിലാളികളുടെ അഭാവം വിളവെടുപ്പ്, വിതരണം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ഉൽപ്പാദനം ഇടിയാനും കാരണമാകും. ഇതുമൂലം ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ ജീവിത ചെലവും കൂടും. റെസ്റ്റോറന്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ 15%-ഓളവും അനധികൃതമായി രാജ്യത്ത് കുടിയേറിയവരാണെന്നാണ് റിപ്പോർട്ട്. കുടിയേറ്റക്കാരെ കൂടുതലായി നാടുകടത്തുന്നത് ഈ മേഖലകളെയും പ്രതിസന്ധിയിലാക്കും. തൊഴിലാളികളുടെ അഭാവം നിർമ്മാണ മേഖലയിൽ ചെലവ് വർദ്ധിപ്പിക്കുകയും സ്വകാര്യ പൊതുമേഖലയിൽ മന്ദത ഉണ്ടാക്കാനും സാഹചര്യമൊരുക്കും. വ്യവസായശാലകളിലെ മികച്ച തൊഴിലാളികളെ പെട്ടെന്ന് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യം ഈ രംഗത്തെയും പ്രതികൂലമായി ബാധിക്കും. കുടിയേറ്റ തൊഴിലാളികളെ മാറ്റി ഈ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് നൽകുമെന്നാണ് ട്രംപും അദ്ദേഹത്തിന്റെ അനുകൂലികളും അവകാശപ്പെടുന്നത്. US പൗരന്മാർ ഇത്തരം ജോലികൾ ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഇത്രയും അധികം തൊഴിലാളികൾക്ക് പകരം വയ്ക്കാൻ ആളുകൾ ഉണ്ടാകില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല US-ൽ കുടിയേറ്റക്കാരുടെ വേതനം വളരെ കുറവാണ്. ഈ വേതനത്തിന് തദ്ദേശീയർ ജോലി ചെയ്യില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മുമ്പ് അലബാമയിൽ അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ച് പോലീസ് പരിശോധനകൾ വർദ്ധിപ്പിക്കുകയും താമസ വാടക കെട്ടിടങ്ങൾ നൽകുന്നത് നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്തും സമാനമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തൊഴിലാളികൾ കൂട്ടത്തോടെ അലബാമ വിടുന്നതിലേക്ക് നയിച്ച നടപടി സംസ്ഥാനത്തിനുണ്ടാക്കിയത് 10,000 കോടിയുടെ $ന്റെ നഷ്ടമായിരുന്നു. അലബാമയുടെ GDP-യിൽ പ്രതിവർഷം $800 കോടി നഷ്ടമുണ്ടാകുകയും ചെയ്തു. $960 കോടി ഡോളറിലധികമാണ് നിയമപരമായ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ പ്രതിവർഷം ഫെഡറൽ, സംസ്ഥാന, പ്രാദേശിക നികുതിയിൽ വഹിക്കുന്ന പങ്കാളിത്തം. ഇവർ US പൗരന്മാരെക്കാൾ കുറച്ച് പൊതു ആനുകൂല്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതും. നിയമവിരുദ്ധ കുടിയേറ്റക്കാർ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ, മെഡിക്കെയർ, സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് പുറത്താണ്. കൂട്ട നാടുകടത്തലിൽ വരുത്തിവെക്കുന്ന സാമ്പത്തിക ആഘാതങ്ങളും മറ്റൊരു പ്രധാന പ്രതിസന്ധി തന്നെയാണ്. നാടുകടത്തൽ പരിപാടികൾക്ക് 4 വർഷത്തേക്ക് $175 കോടി ഉപയോഗിക്കാനാണ് ട്രംപ് ഭരണകൂടം US കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കുന്നത്. അമേരിക്കക്ക് പുതിയൊരു സുവർണ കാലഘട്ടം വാഗ്ദാനം ചെയ്താണ് ട്രംപ് തന്റെ 2ാം ഊഴത്തിന് തുടക്കമിട്ടത്. സ്ഥാനാരോഹണ പ്രസംഗത്തിലുടനീളം നിറഞ്ഞു നിന്നത് അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കുമെന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുടിയേറ്റവും സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു ട്രംപ് കൂടുതൽ ശ്രദ്ധയൂന്നിയത്. അധികാരത്തിലെത്തി ആദ്യ ദിവസം തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചതും ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ തന്നെയായിരുന്നു. 18,000 ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ US-ൽ കഴിയുന്നതെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇവരെയൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. കയ്യിലും കാലിലും വിലങ്ങണിയിച്ച് 3 വിമാനങ്ങളിലായി കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. നാടുകടത്തൽ ഇനിയും തുടരുമെന്ന് തന്നെയാണ് US ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്യൂ റിസർച്ച് കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 7,25,000 ഇന്ത്യക്കാരാണ് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മെക്സിക്കോ, എൽ സാൽവഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ളത്. അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണിയെ തുടർന്ന് അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ജോലി സ്ഥലങ്ങളിൽ വരെ ഉദ്യോഗസ്ഥർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ രേഖയും ജോലിയുമായി ബന്ധപ്പെട്ട രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. F1 വിസകളുള്ള വിദ്യാർത്ഥികൾക്ക് 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ. എന്നാൽ അധിക പണം ലഭിക്കുന്നതിന് വേണ്ടി ചില വിദ്യാർത്ഥികൾ കൂടുതൽ സമയം ജോലിക്ക് വേണ്ടി നീക്കിവെക്കാറുണ്ട്. പാർട്ട് ടൈം ജോലികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ വലിയൊരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട്. നാടുകടത്തൽ ഭീഷണിയെ തുടർന്ന് പല വിദ്യാർത്ഥികളും ജോലി ഉപേക്ഷിച്ചു തുടങ്ങി. ഇത് വിദ്യാർത്ഥികളിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്.